ഇപ്പം സമയം ഏതാ 4:30 കഴിഞ്ഞു. പുലർച്ചെ മോനേട്ടന് നേരത്തെ പോകാൻ വേണ്ടി എണീറ്റതാണ്. അപ്പോൾ മോനേട്ടെ വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് വേണം മോനേട്ട് പോകാൻ. അപ്പം ഇന്നലെ ഞാൻ യൂട്യൂബിലൊരു ബൺദോശ കണ്ടു. അപ്പോൾ ഞാൻ അതിനുള്ള മാവാണത് റെഡിയാക്കിയത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ബണ്ണിൻ്റെ പോലൊക്കെ തന്നെ ഉണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ രാവിലെ ഒരിഞ്ഞ് തിരക്കായിരിക്കില്ല, എല്ലാ വീട്ടിലും അത് കുട്ടികൾ സ്കൂളിൽ പോകുന്ന വീട്ടിലൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഈ ആര്യക്കൂട്ടരെ സ്കൂൾ യൂണിഫോം ഇന്നലെ ബെഞ്ചിന് മുകളിൽ കഴിച്ചിട്ട് കീറി പറഞ്ഞിട്ട് നോക്കിയാൽ തുന്നി കൊടുത്തു. അവൻ സൂചി കാണാല്ലേ, സൂചി സുഹറാൻ്റെ അടുത്ത് പോയിട്ട് വാങ്ങിക്കൊടുന്നു. അങ്ങനെ രാവിലെ ഭയങ്കര തിരക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ജൂലി വന്ന് വിശന്നിട്ട് അപ്പോൾ ജൂലിക്കൊരു ബുൾസ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ജൂലി അത് കഴിച്ചിട്ടും അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ യാനിയുടെ ഒരു നേന്ത്രപ്പഴം കഴിക്കാൻ പറഞ്ഞാലാണ് ഈ യാനിയുടെ മുഖം അങ്ങനെ അതാ കുട്ടികൾ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ചെയ്താൽ ഷാലു വരണ്ട്. ഷാലുവിന് ഇന്ന് എന്താ പറ്റിയെന്നറിയില്ല, ഇത്തിരി കലിപ്പിലാണ് ഷാലു. കുറേ ചോദിച്ചു, പ്രത്യേകിച്ചൊന്നുമില്ല അതാ പറഞ്ഞത്. അങ്ങനെ മിച്ചുവിനെ കാത്ത് നിൽക്കുകയാണ് ഷാലു. അപ്പോൾ കുട്ടികൾ രാവിലത്തെ ഇന്ന് കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ പോകാൻ നേരത്ത്. അല്ലെങ്കിൽ ഇവരെ മൂന്നാളെയൊക്കെ കാണാറുള്ളൂ. ഇന്ന് അപ്പുറത്തുള്ള വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് പോകേണ്ട ഇടയ്ക്ക് ഞങ്ങളെ നാട്ടിലെ അംഗനവാടിയാണത്. പിന്നെ രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാരെ തിരക്ക് മൊത്തത്തിലൊരു തിരക്കാണല്ലോ, ബഹളമാണല്ലോ റോട്ടിലാണെങ്കിലും അതെ. അപ്പോൾ അതാ കുട്ടികളെ സ്കൂൾ ബസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ കുട്ടികളെല്ലാവരും കൂടി സ്കൂളിലേക്ക് പോകണത്. യാനിക്കുട്ടി ടാറ്റയൊക്കെ തന്നിട്ടാണ് പോയത്.